നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാൽ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നന്ദു അനിയുടെ അരിയിലേക്ക് ചെല്ലുക. അനി ലോക്കപ്പിൽ കിടക്കുന്ന കണ്ടപ്പം നന്ദുവിന് ഒട്ടും സഹിച്ചില്ല. പാവം എങ്ങനെ മെത്തേ കിടന്നവനാ, ഇപ്പൊ കണ്ടില്ലേ വെറും നിലത്ത്. കാരണം ഒരു പാ പോലും ഇല്ലാത്തൊരു അവസ്ഥയല്ല അനി കിടക്കുന്നേ. ആ കിടപ്പ് കിടപ്പം നന്ദുവിന് സഹിച്ചില്ല. നന്ദു ഇങ്ങോട്ട് ചെന്നിട്ട് അനിയോട് പറഞ്ഞു, അനി എനിക്ക് വൈകുന്നേരം ഡ്യൂട്ടി ഇല്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, പോണെന്ന് പറയാം. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. എനിക്കറിയാം അനി, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആ CI എനിക്ക് ഉറപ്പായിട്ടും ഡ്യൂട്ടി ഇടത്തില്ല വൈകുന്നേരം. അനി പറഞ്ഞു, അയാൾക്ക് നമ്മൾ രണ്ടുപേരും തമ്മിൽ കാണുമോ സംസാരിക്കുമോ എന്നുള്ള പേടിയുണ്ട്. ശരിക്കും അയാൾ ഒന്ന് പേടിച്ചിരിക്കുമോ ഇപ്പം. അല്ലെങ്കിൽ തന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് നമ്മൾ രണ്ടും പോകാൻ ഒരുങ്ങിയപ്പോഴത്തേനും അയാൾ ഓടി വന്ന എന്തിനാ? അയാൾ ശരിക്കും ഭയന്നിട്ട് തന്നെയാ. നീ കൈവിട്ടു പോകുന്നൊരു ഭയം അയാളുടെ ഉള്ളിലുണ്ട്. നന്ദു പറഞ്ഞു, അല്ലെങ്കിലും എനിക്ക് അയാളെ കണ്ണെടുത്താൽ കാണത്തില്ല. ഞാൻ എങ്ങോട്ട് പോയാലും ആ വഴി അയാൾ വരും. ആ സമയം അനി പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും നന്ദുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അനി അവിടെ തനിച്ചോളല്ലോ എന്നൊരു ചിന്ത. അനി അവിടെ തനിച്ചാക്കിയെന്ന് പോകുന്നതിന്റെ വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് ASI സക്രിയ അങ്ങോട്ടേക്ക് വരുന്നത്. ASIയുടെ CI പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ കാണുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണമെന്ന്. ASI വരുന്നുണ്ടപ്പം നന്ദു പറഞ്ഞു, ദേ അയാൾ വരുന്നുണ്ട്, ആ ASI. നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പോയി സിയയോട് പറഞ്ഞു കൊടുക്കാനായിട്ട് വരുന്ന വരവാ. സിയയുടെ ചാരന അയാള്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കാം, ഇനി ഇവിടെ നിൽക്കുന്നില്ല. അതും പറഞ്ഞ് നന്ദു പതുക്കെ അങ്ങോട്ട് നീങ്ങിയപ്പം സക്രിയിച്ചു, അല്ല നന്ദുമാടം വീട്ടിൽ പോകുന്നില്ലേ? പോകാൻ തുടങ്ങുക. അങ്ങനെ നന്ദു അതും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്ക് ASI മനസ്സിൽ വിചാരിച്ചു, പോവാൻ ഭയങ്കര മടിയാ. ഓ, ഇവിടെ നിൽക്കാനാ ഇഷ്ടം തോന്നേ. അവന്റെ മുഖം കണ്ടില്ലേ, അവന്റെ മുഖം ആകെപ്പാടെ വിഷമത്തിലാണല്ലോ. നന്ദുമാടം പോകുന്നതിന്റെ സങ്കടത്തിലാ. പയ്യൻ ഓർത്ത് കാണില്ല രാത്രിയില് തനിച്ചാ കാണത്തുള്ളന്ന്. ഓ, നന്ദുമാടം ഉണ്ടെന്നോർത്ത് സന്തോഷിച്ചിരുന്ന. അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് അനിയൊന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയി നേരെ സിയയുടെ ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു. നന്ദുമാടം ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവിടെ. അനിയുടെ മുഖത്ത് ആകെപ്പാടെ വിഷമ. അത് പിന്നെ നന്ദു പോകുന്നതിന്റെ ആയിരിക്കും. അവന്റെ വിഷമം ഇന്ന് രാത്രി ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അവന്റെ വിചാരം ലോക്കപ്പിൽ കിടന്ന നന്ദുവിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാന്നോർത്താ ഇരുന്നത്. അപ്പോഴേക്കും ASI പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, ഇതത്ര ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ട് പോകുന്ന പോലെ ആയിപ്പോവും ഒടുവില്. സാറ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സാറ് ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ ഈ കല്യാണം നടത്താൻ നോക്കണം. ഒരു പക്ഷെ നാളെ ഇനി അവനെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്താൽ ആ സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ നീക്കാൻ നോക്കണം. അപ്പോഴേക്ക് CI പറഞ്ഞു, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നന്ദുവിന്റെ വീട്ടുകാരെ ഒന്നും കൂടെ കാണണം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നന്ദു വീട്ടിലേക്ക് ചെല്ലുക. നന്ദുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അനിയുടെ കാര്യം ഓർത്തിട്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം കനക ചോദിച്ചു, എന്തായി നന്ദു കാര്യങ്ങളൊക്കെ? അനിക്ക് ജാമ്യം കിട്ടിയോ? ഇല്ല, അവന് ജാമ്യം കിട്ടിയിട്ടില്ല. ജാമ്യം കിട്ടിയില്ലേ? അതെന്താ മോളെ അങ്ങനെ? എന്റെ അമ്മേ, അത്ര പെട്ടെന്നും ജാമ്യം കിട്ടില്ല. അനാമിയെ തല്ലിയ കേസല്ലേ. അവൾ കർമ്മത്ത് പാടുമായിട്ടാ ചെന്ന് പരാതി കൊടുത്തിരിക്കുന്നേ. അത് കള്ളപ്പരാതിയല്ലേ പകുതി. അതൊക്കെ ശരിയാ, അത് നമ്മക്കല്ലേ അറിയുള്ളൂ, CIക്ക് അറിയില്ലല്ലോ. അല്ല മോളെ, നിന്റെ മോളല്ലേ CI. അപ്പൊ ഒരു പക്ഷേങ്കില് അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയെ വെറുതെ വിടാൻ പറ്റില്ലേ? അനിയെ വെറുതെ വിടാനോ? അതൊന്നും നടക്കില്ല. ഈ പറയുന്ന CIക്ക് മോളെ ആൾക്കാരുണ്ട്. ആ വേണുന്ന് പറയുന്ന അയാള് മോളെ പിടിച്ചിട്ടുണ്ടെന്നാ പറയുന്നത് കേട്ടെ. അയാള് കാര്യങ്ങളൊക്കെ ഇതിന് മുകളിലുള്ള ആൾക്കാരോട് വിളിച്ചു പറഞ്ഞിട്ട് അത്ര റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അനി അങ്ങനെ പുറത്തു വിടാൻ പറ്റില്ല. ഇനിയിപ്പോൾ കോടതിയെ ഹാജരാക്കണം. അവിടുന്ന് ജാമ്യം കിട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ അനാമികയുടെ വീട്ടുകാർ കേസ് പിൻവലിക്കണം. അങ്ങനെ ഉണ്ടല്ലോ എനിക്കിനി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും കനക ചോദിച്ചു, ഇനി എന്ത് ചെയ്യും മോളെ? എനിക്കറിയില്ല, ആകപ്പാടെ ഭ്രാന്തെടുക്കുക. ആ CIക്ക് ഇതിനകത്ത് പങ്കുണ്ടോന്ന് എനിക്ക് സംശയം. CIക്ക് പങ്കോ? അതെ, എനിക്ക് തോന്നുന്നത് അയാൾ ഇരട്ടത്താപ്പാൻ തോന്നേ. നമ്മളെ കണ്ടു കഴിയുമ്പോഴൊന്നും, പിന്നെ അനാമികയുടെ വീട്ടുകാരെ അനാമികയെ കണ്ടു കഴിഞ്ഞപ്പോൾ വേറൊന്നും. അയാളും കൂടെ കൂടി ചേർന്നിട്ടാണോ അനി അകത്താക്കിയെന്ന് എനിക്ക് സംശയം. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതൊക്കെ വെറും തോന്നലാ നന്ദൂട്ടാ നിന്റെ. ഇല്ലില്ല, അയാളെ പേരും കള്ളനാ. എനിക്കത് മനസ്സിലായി. അയാളുടെ പല പ്രവൃത്തി കൊണ്ടും മനസ്സിലായി. ഇത് നന്ദൂട്ടാ, അയാളെ നിനക്ക് ഇഷ്ടമില്ലാത്തോണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നേ. അയാൾ നല്ലവനാ, പിന്നെ നല്ലവനാണ് പോലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമേ, ഈ വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുത്. അയാളെ പോലുള്ള പെരും കള്ളനെ വിവാഹം കഴിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും വിഷമമുണ്ടെ പറഞ്ഞുതരാം. ഞാൻ ഈ വീട് വിട്ട് അങ്ങോട്ട് പോയേക്കാം. അപ്പോഴേക്കും കനക ചോദിച്ചു, എന്താ നന്ദൂട്ടാ നീ പറയണേ? നീ എങ്ങോട്ട് പോകുന്ന കാര്യം പറയണേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ കല്യാണം വേണ്ട. എനിക്ക് അയാൾ ഒട്ടും ഇഷ്ടമല്ലമ്മേ.
അയാൾ ഒത്തുള്ള ജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അയാൾ ഈ പുറമെ കാണുന്ന പോലെയൊന്നും അല്ല. അയാളുടെ ഉള്ളും മുഴുവൻ കള്ളത്തരം. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും എനിക്ക് ഭർത്താവായിട്ട് വേണ്ട. അതും പറഞ്ഞ് നന്ദു അങ്ങോട്ട് കയറിപ്പോയി. കനയ്ക്ക് ടെൻഷൻ. ദൈവമേ, ഇതിങ്ങനെ പോയാൽ എവിടം വരെ എത്തും? കാര്യങ്ങളൊക്കെ ഏകദേശം ഉറപ്പിച്ച് മട്ടിലിരിക്കണം. അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ട് വന്നു. ഗോവിന്ദനോട് കന കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്ദുവിന് ഈ വിവാഹം വേണ്ടെന്നാ പറയണേ. അവൾ അങ്ങനെയൊക്കെ പലതും പറയും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അറിയാലോ, ഇത്ര നല്ലൊരു ബന്ധം ഇനി കിട്ടാനില്ല. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു. ആ സമയം ദേവാനി വക്കീലിനെ കാണാനായിട്ട് ചെന്നു. ആ, നന്ദഗോപാലാണ് വക്കീൽ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേവേനി അയാളുടെ വക്കീൽ ഓഫീസൊക്കെ കണ്ടുപിടിച്ച് ചെന്നു. അതിനുശേഷം പറഞ്ഞു, ഞാൻ അനിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന. അനാമിക ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അനിക്കെതിരെ. അപ്പൊ അനി ഇപ്പം ലോക്കപ്പിലാണ്. അപ്പൊ അതിനെന്തേലും മാർഗമുണ്ടോ? അനിയെ ജാമ്യത്തിൽ ഇറക്കാനോ അല്ലെങ്കിൽ ഈ കേസ് പിൻവലിക്കാൻ പറ്റുമോ? എന്തെങ്കിലും അങ്ങനെ പോകുമ്പോഴുണ്ടെങ്കിൽ വക്കീലിൻ്റെ അടുത്ത് അത് ചോദിച്ചറിയാൻ വേണ്ടി വന്ന. അത് കേട്ടപ്പോൾ നന്ദഗോപാൽ പറഞ്ഞു ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നീട് നന്ദഗോപാൽ പറഞ്ഞു, അറിയാലോ പരാതി നല്ല സ്ട്രോങ് ആണ്. അത്ര പെട്ടെന്നൊന്നും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ജാമ്യം കിട്ടില്ല. ആ പെൺകുട്ടിയുടെ കർണത്ത് തല്ലിയിട്ട് വിരലഞ്ചും പതിഞ്ഞു കിടക്കുന്നുണ്ട്. ആ പാടോട് കൂടിയിട്ടാ പോയി കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ഗാർഹിക പീഡനത്തിന് ഒരു കേസ് കൂടെ ഫയൽ ചെയ്താ ഉണ്ടല്ലോ, പിന്നെ അനി ഈ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങൂല. അയ്യോ വക്കീലെ, അങ്ങനൊന്നും പറയരുത്. അവൻ അത്രക്കാരനൊന്നുമല്ല. അവൻ പാവമാണ്. അവൻ ആരെ അങ്ങനെ തല്ലുന്ന സ്വഭാവമൊന്നുമല്ല. എന്നിട്ടാണോ അവൻ അങ്ങനെ ചെയ്തിരിക്കുന്നേ? ഇതൊക്കെ ഞങ്ങള് നേരിട്ട് കണ്ട കാര്യങ്ങളാ. അല്ല വക്കീലെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അനിയെ പുറത്തിറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു മാർഗമുള്ളൂ. അനാമികയുടെ വീട്ടുകാർ കേസ് പിൻവലിക്കണം. അതിനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്ത് വേണമെന്ന് വക്കീല് പറഞ്ഞാൽ മതി അവര് കേസ് പിൻവലിക്കാനായിട്ട്. അല്ല, അവർക്ക് കുറച്ച് പൈസ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ കേസ് പിൻവലിക്കുമായിരിക്കും. ദേവേനി പറഞ്ഞു, എത്ര കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി. എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാ. എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാ. എങ്ങനെയെങ്കിലും അനിയെ ഒന്ന് പുറത്തിറക്കിയാൽ മാത്രം മതി. അപ്പോഴേക്കും വക്കീല് പറഞ്ഞു, അങ്ങനെ ഇച്ചിരി പൈസ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ദേവേനി പറഞ്ഞു, അല്ല കോടികൾ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതിനൊന്നൊരു കുഴപ്പമില്ല. ദേവേനയുടെ മനസ്സിൽ അനി എങ്ങനെയെങ്കിലും പുറത്തിറക്കിയാൽ മതി എന്നുള്ളൂ. അനി ആ ലോക്കപ്പിൽ കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ദേവേനിക്ക് സഹിച്ചില്ലായിരുന്നു. അപ്പോഴേക്കും വക്കീൽ ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ, 1-2 കോടിയും കൊണ്ടൊന്നും കാര്യം ഉണ്ടാകുന്ന എനിക്ക് തോന്നില്ല. കുറഞ്ഞ ഒരു 10 കോടിയെങ്കിലും കൊടുക്കണം. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, 10 കോടിയോ? അതെ, 10 കോടിയെങ്കിലും കൊടുക്കേണ്ട വരും. അങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ അവർ സമ്മതിച്ചെന്നിരിക്കും. നമുക്കെന്നാലും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അവരോടൊന്ന് സംസാരിച്ച് നോക്കാം. ഒടുവില് ദേവേനിക്ക് അത് സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല. ദേവേനി പറഞ്ഞു, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല വക്കീലെ, അതിന്റെ രീതിയിൽ അങ്ങ് മൂവ് ചെയ്യിച്ചോ, പറഞ്ഞാൽ മതി. അവരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഇത് കോടതിയിലേക്ക് കേസ് പോകാതെ കോംപ്രമൈസ് ആക്കാലോ. അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു, ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ. കോടതിയിലെത്തിയ ജാമ്യം കിട്ടിയില്ലെന്ന് ഉറപ്പാ. അകത്തേക്ക് പോകത്തുള്ളൂ. റിമാൻഡ് ചെയ്യും. ജയിലിൽ കിടക്കേണ്ടി വരും. അയ്യോ വക്കീലെ, അങ്ങനെയൊന്നും ഉണ്ടാവരുത്. എത്ര രൂപ കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ അനിയെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ. എൻ്റെ മോനെ പോലെ തന്നെ എനിക്ക് അവനും. അതുകൊണ്ടാണ് വക്കീലെ ഞാനിപ്പോൾ ഈ കാര്യത്തിന് വന്നത്. ശരി, ഞാൻ സംസാരിക്കാം, നിങ്ങൾ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ദേവേനിയെ പറഞ്ഞു വിട്ടു. ദേവേനി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദർശ് നയനൊക്കെ ഉണ്ടായിരുന്നു. ആദർശ് എന്നിട്ടിച്ചു, എന്താ അമ്മ കാണാൻ പോയിട്ട്? എന്താ വാനാടാ മോനെ, ഞാൻ ആ വക്കീലിനോട് കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിച്ചു. ഒരു വക്കീലിനെ പോയി കാണാനാ വീണ്ടും പറഞ്ഞേ. പക്ഷെ അവര് പറയുന്നേ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന്. കോമ്പൻസേഷൻ എത്ര രൂപ? കുറഞ്ഞൊന്നുമല്ല, ഒരു 10 കോടിയെങ്കിലും വേണ്ടി വരും. 10 കോടിയോ? ഇതെന്താമേ, ഇതൊരു ബിസിനസ് ആണോ? എടാ, ഇപ്പൊ നമുക്ക് അനിയെ പുറത്തിറക്കാന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. ചിലപ്പോൾ കോടതിയിലേക്ക് കേസ് പോയാൽ ജാമ്യം പോലും കിട്ടത്തില്ല. അറിയാലോ, കോടതി കേസ് എത്തുന്നതിന് മുമ്പ് ഇത് ഒത്തുതീർപ്പാക്കണം. അതിന് വേണ്ടിയിട്ടാ നോക്കണേ, ഒരു കോംപ്രമൈസ്. എന്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇതൊരു ബിസിനസ് ആക്കി മാറ്റാൻ അവളുടെയൊക്കെ ശ്രമം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അനിയുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവളെ വേറെ കെട്ടിക്കും. അയാള് വേറെ ഏതെങ്കിലും കൊമ്പത്ത് വീട്ടിലേക്കായിരിക്കും കെട്ടിക്കുന്നത്. 10 പാല് കഴിയുമ്പോൾ ഇതുപോലെ വീണ്ടും ഉണ്ടാക്കും. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അവൾ വീട്ടിൽ വന്ന് നിൽക്കും. വീണ്ടും ഇങ്ങനെ കോമ്പൻസേഷനൊക്കെ ചോദിക്കും. ഒരു 10 തലമുറയ്ക്കുള്ളത് അവരുണ്ടാക്കും ഈ കണക്കിന് പോയാൽ. ദേവേനി പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല ആദർശേ. ഇപ്പൊ നമുക്ക് അനിയെ രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ. എങ്ങനെയെങ്കിലും നമുക്ക് അനിയെ രക്ഷിക്കണം. അത് മാത്രം ഞാൻ നോക്കിയിട്ടൊരു പോംവഴിയുള്ളൂ. ആദർശ് പറഞ്ഞു, എന്നാലും ഇതിച്ചിരി കടന്നു കൈയായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നനഞ്ഞണം കുഴിക്കുന്ന സ്വഭാവ. ഈ കുടുംബത്തിലെ സ്വത്തും പണവും കണ്ടിട്ടാ അയാള് മോളെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടെ. ഇപ്പോഴതെല്ലാം വ്യക്തമായി. ഇതെങ്ങാനും മുത്തച്ഛൻ അറിഞ്ഞാണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ദേവേനി പറഞ്ഞു, അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട്. പക്ഷെ അനി എങ്ങനെയാലും പുറത്തിറക്കണ്ടേ? കോടതി കേസ് പോയിട്ടുണ്ടെങ്കിൽ റിമാൻഡിലേറ്റാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ വന്നിട്ടുമില്ലല്ലോ. അങ്ങനെ അവരൊക്കെ നല്ല ടെൻഷനിലായിരുന്നു. ഈ സമയത്ത് വക്കീല് വേണുവിനെ വിളിക്കുന്നുണ്ട്. വേണുവിനെ വിളിച്ച് വേണുവിനോട് കാര്യങ്ങൾ പറയണം. ദേ
അവര് കോംപ്രമൈസിനായിട്ട് വന്നായിരുന്നു. ഞാനൊരു 10 കോടി പറഞ്ഞിട്ടുണ്ട്. വേണു പറഞ്ഞു. 10 കോടി ഒരു 20 കോടി അങ്ങോട്ട് പറയാൻ മേലായിരുന്നോ വക്കീലിന്? കിട്ടും തോറും അത്യാഗ്രഹം കൂടിക്കൊണ്ടിരിക്കുമല്ലോ, ആർത്തി കൂടിക്കൊണ്ടിരിക്കുമല്ലോ വേണുവിന്. അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു, 10 കോടിയൊക്കെ മര്യാദ, 20 കോടിയൊക്കെ അല്ല, ചോദിക്കുവാണെങ്കിൽ അവർ അതും ചിലപ്പോൾ തരുമായിരിക്കും. അങ്ങനെ അതെല്ലാം പറഞ്ഞ് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ദേവയാനിയോട് അനാമികയോടും രേവതിയോടുമായിട്ട് വേണു വന്നിട്ട് കാര്യങ്ങൾ പറയാണ്. വക്കീലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അയാൾ 10 കോടി പറഞ്ഞിട്ടുണ്ട്. രേവതി എന്നാ പിന്നെ വേണു കേട്ടാ ഒരു 20 കോടി അങ്ങോട്ട് ചോദിക്കാൻ മേലായിരുന്നോ? ഞാൻ വക്കീലിനോട് അത് പറഞ്ഞു. അല്ല, നാളെ ഇനി ചെല്ലട്ടെ, അവര് വരുമ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അങ്ങനെ വേണു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം രേവതിയോട് അനാമിക പറഞ്ഞു, അല്ലമ്മേ 20 കോടി കിട്ടുമായിരിക്കുമല്ലേ? കിട്ടും മോളെ, ഇഷ്ടം പോലെ പണം അവർക്കുള്ളതല്ലേ. പിന്നെ 20 അല്ല 200 കോടി വന്നാലും അവർക്കൊരു കുഴപ്പമില്ല. അവർക്ക് എങ്ങനെയാലും ഇപ്പം അനിയെ ഒന്ന് ജാമ്യത്തിലെടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ അനിയെ ഒന്ന് പുറത്തെത്തിച്ചാൽ മാത്രം മതി. ലോക്കപ്പിൽ നിന്ന് കോടതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ നമ്മുടെ കാല് പിടിച്ച് വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ ഈ സമയത്ത് മൂർത്തിമുത്തശ്ശൻ ഈ കാര്യങ്ങൾ അറിഞ്ഞേ. മൂർത്തിമുത്തശ്ശൻ അത്ര സമയം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മൂർത്തിമുത്തശ്ശൻ ഇത് അറിഞ്ഞാൽ പിന്നെ മുത്തശ്ശന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? മുത്തശ്ശൻ എന്ത് ചെയ്യുക? ഇത് അറിഞ്ഞ ഉടനെ ആദർശനെ വിളിച്ചു. ആദർശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനെ സഹിച്ചില്ല. പണത്തിന് വേണ്ടിയിട്ടാണ് വേണുവൊക്കെ ഈ കടുങ്കൈ ചെയ്യുന്നത് മനസ്സിലായി. ഒടുവിൽ മുത്തശ്ശൻ പറഞ്ഞു, ഞാനിങ്ങോട്ട് വരാം, ഞാൻ തന്നെ വക്കീൽ ഓഫീസിലേക്ക് പോയിക്കോളാം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതും പറഞ്ഞിട്ട് മുത്തശ്ശൻ കോള് കട്ട് ചെയ്തു. ആദർശനെ മനസ്സിലായി, മുത്തശ്ശൻ ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ ഇനിയിപ്പോൾ അനിയുടെ കാര്യത്തിൽ പേടി വേണ്ട. മുത്തശ്ശൻ അറിഞ്ഞു, ഒരു കാരണവശാലും അനി ഇനിയിപ്പോൾ ജയിലിലേക്ക് പോകാനും പോകുന്നില്ല. മുത്തശ്ശൻ അനിയെ നോക്കിക്കോളും, അല്ലെങ്കിൽ മുത്തശ്ശൻ അനിയെ രക്ഷിച്ചോളും എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. എന്തായാലും കോടികൾ വാങ്ങിക്കാമെന്ന് മോഹിച്ചിരുന്ന അനാമയ്ക്ക് അവസാനം ഒരു കോടിമുണ്ട് കിട്ടാൻ പോവാ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.